കഴിഞ്ഞ 2 ദിവസമായിട്ട് യുഎഇയിലെ ക്ലൈമറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ സമ്മർ സമയത്ത് ചെടികളൊക്കെ നഷ്ടപ്പെട്ടിട്ട് ഇനി ചെടി നട്ടില്ല എന്ന് ശബ്ദം എടുത്തിരിക്കുന്നവർ പോലും ചെടി നട്ടുപോകും. അമ്മാതിരി നല്ല ക്ലൈമറ്റാണ്. ഉച്ചയ്ക്ക് പോലും തീരെ വെയിലൊന്നുമില്ല. 19 വരെയും ഇതേ ക്ലൈമറ്റ് തന്നെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും ഉള്ള സമയത്ത് നമുക്ക് മാക്സിമം ചെടികളൊക്കെ നടാമെന്ന് വിചാരിച്ച് ഞാനും ഇറങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ കഴിഞ്ഞ സമ്മർ സമയത്ത് അത്യാവശ്യം ഇങ്ങനെ പോയതുപോലെ നിന്നിരുന്ന മണി പ്ലാന്റ് ആണ് ഒന്നുകൂടെ ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് മുട്ടത്തോട് കുറച്ച് എക്സ്ട്രാ ഇരുന്നത് കൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തതാണ്. മുട്ടത്തോടും പിന്നെ കുറച്ച് NPK, കൊക്കോപീറ്റ്, പിന്നെ സാധാരണ മണ്ണ്, ഇത് ഇത്രയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ 2-3 ഹാങ്ങിങ് പോട്ടൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉൾഭാഗത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചകിരിക്ക് പകരം നമ്മുടെ ജൂട്ടിൻ്റെ ചാക്കാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് തണ്ടൊക്കെ ഞാൻ മുറിച്ച് ഓൾറെഡി തന്നെ വേര് കിളിർപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പുതിയതായിട്ട് 2-3 കൂടെയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും അത്യാവശ്യം ചെടികളൊക്കെ ഇങ്ങനെ ബുഷിയായി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാറില്ല. പറ്റുന്ന പോലെയൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് പല ചട്ടികളിലായിട്ട് നട്ടു വെക്കാറുണ്ട്. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സമ്മറൊക്കെ സമയം കഴിയുമ്പോഴത്തേക്കും ഒരുവിധം ചെടികളൊക്കെ പോയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ചട്ടിയിലെങ്കിലും ഉള്ളത് ബാക്കി ഉണ്ടാവും. പിന്നെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് നടുമ്പോഴത്തേക്കും ഇങ്ങനെ അവിടെ ഓടോ 5-6 ഇലയായിട്ട് നിൽക്കുന്നത് കാണാൻ ഇച്ചിരി ഭംഗിക്കുറവൊക്കെ ഉണ്ടാവും. പിന്നെ അതൊന്നും കണ്ടില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ചെടിയെങ്കിലും ജീവനോടെ ബാക്കി ഉണ്ടാവുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഞാൻ അങ്ങനെയാണ് നിർത്താറുള്ളത്.